ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഞാൻ പാർവതി ഗിരീഷ്. N4 ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിതയുടെ നേതൃത്വത്തിൽ 10.350 കിലോഗ്രാം കഞ്ചാവ് പിടികൂടി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പാലക്കാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തിവരികയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് പശ്ചിമ ബംഗാൾ സ്വദേശികളായ റാഹിദുൽ മണ്ഡൽ, ജുവൽ എല്ലർ എന്നീ യുവാക്കളിൽ നിന്ന് 10.350 കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുത്തത്. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിലുള്ള ഏക വനിതാ എക്സൈസ് ഇൻസ്പെക്ടറായ ഒ സജിതയുടെ നേതൃത്വത്തിലാണ് കഞ്ചാവ് പിടികൂടിയത്. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവിലാണ് കഞ്ചാവ് പിടികൂടിയതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. വരുന്ന ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ അവരുടെ നിർദ്ദേശാനുസരണം വിവിധ റേഞ്ചിൻ്റെ വിവിധ പരിധികളിൽ നല്ല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തി വരുന്നുണ്ട് വ്യാജങ്ങളെക്കുറിച്ച്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെത്തിയിട്ടുള്ളത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ 2 ആളുകളിൽ നിന്നായിട്ട് 10 കിലോഗ്രാം 350 ഗ്രാം കഞ്ചാവാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ പ്രതികൾ ഒറീസയിൽ നിന്ന് ആണ് കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്നത്. ചില്ലറ വിൽപ്പനയ്ക്കായിട്ടാണ് ഈ കഞ്ചാവ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ഈ പ്രതികൾ കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. അവരെ സംബന്ധിച്ച് മറ്റ് കേസുകളുണ്ടോ എന്ന വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികളുടെ പേര് റാഹിദുൽ മണ്ഡൽ, ജുവൽ എന്നിങ്ങനെയാണ്. ടിയാൻമാർ സുഹൃത്തുക്കളാണ്. ഈ വിൽപ്പനയ്ക്കായിട്ട് കൊണ്ടുവന്ന ഈ കഞ്ചാവിൻ്റെ ഉറവിടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരികയാണ്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KO പ്രസന്നൻ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ V ദേവകുമാർ, പ്രതീഷ് കുമാർ, KP രാജേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുധീഷ് R നായർ, CC പ്രദീപ്, P ഹരീഷ്, ഡ്രൈവറായ KJ ലൂക്കോസ് എന്നിവരടങ്ങുന്ന സംഘമാണ് കഞ്ചാവ് പിടികൂടിയത്. ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചതിൻ്റെ ഭാഗമായി പാലക്കാട് എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശക്തമായ പരിശോധന നടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ ഒ സജിത കഞ്ചാവ് പിടികൂടിയതെന്നും തുടർന്നും അന്വേഷണം ശക്തമാക്കുമെന്നും പരിശോധനകൾ തുടരുമെന്നും പൊതുജനങ്ങളും സഹകരിക്കണമെന്നും ഒറ്റപ്പാലം CI AK വിജീഷ് പറഞ്ഞു. ലോക്സഭാ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡ്രൈവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആയതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് സ്പെഷ്യൽ ഡ്രൈവ് ഇവിടെ നടത്തി വരികയാണ്. ഒറ്റപ്പാലം സർക്കിൾ പരിധികളിൽ ശക്തമായ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനമാണ് നടന്നു വരുന്നത്. ആയതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മുടെ ഒറ്റപ്പാലം എക്സൈസ് ഇൻസ്പെക്ടർ സജിത ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് ഇന്ന് കേസ് കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്നും നമ്മുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. ഇതുപോലെ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അതിനുള്ള കോൺടാക്റ്റ് നമ്പറുകളൊക്കെ സൈറ്റിലൊക്കെ ലഭ്യമായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുമെന്നും മുൻകാല പശ്ചാത്തലം അന്വേഷിക്കുമെന്നും എക്സൈസ് ഇൻസ്പെക്ടർ കൂട്ടിച്ചേർത്തു. SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. പാലക്കാട് ജില്ലയിൽ 39,667 വിദ്യാർത്ഥികളാണ് SLC പരീക്ഷ എഴുതുന്നത്. 195 കേന്ദ്രങ്ങളിലായി പരീക്ഷ നടന്നു. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് പാലക്കാട് GMM GHSSലാണ്. ഇവിടെ 789 പേരാണ് പരീക്ഷ എഴുതുന്നത്. ഇതിൽ കൂടുതലും പെൺകുട്ടികളാണ്. ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പരീക്ഷ എഴുതുന്നത് പരുതൂർ HSലാണ്. പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ 98 കേന്ദ്രങ്ങളിലായി 18,131 പേർ പരീക്ഷ എഴുതി. മണ്ണാർക്കാട് വിദ്യാഭ്യാസ ജില്ലയിൽ 42 കേന്ദ്രങ്ങളിലായി 951 പേരും ഒറ്റപ്പാലത്ത് 55 കേന്ദ്രങ്ങളിലായി 12,485 വിദ്യാർത്ഥികളുമാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷ സുഗമമായി നടത്തുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സ്കൂളുകൾ തയ്യാറാക്കിയിരുന്നു. കുടിവെള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാവർക്കും ഏർപ്പെടുത്തിയിരുന്നു. പട്ടാമ്പി നേർച്ചയ്ക്കെത്തി മടങ്ങവേ ആന വാഹനത്തിൽ നിന്ന് ഇറങ്ങിയോടി. പാലക്കാട് തിരുനെല്ലായിക്ക് സമീപം ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയ ആനയെ തളച്ചു. സ്വകാര്യ വ്യക്തിയുടെ വീട്ടുമുറ്റത്ത് കണ്ടെത്തിയ ആനയെ
പാപ്പാനും എലഫന്റ് സ്ക്വാഡും വനംവകുപ്പ് അധികൃതരും എത്തിയാണ് തളച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു പട്ടാമ്പി നേർച്ചയ്ക്ക് കൊണ്ടുവന്ന ആന ലോറിയിൽ നിന്ന് ഇറങ്ങിയോടിയത്. തിരികെ കൊണ്ടുപോകും വഴിയായിരുന്നു ആന ഓടിയത്. ലോറി ഡ്രൈവർ ചായ കുടിക്കാൻ നിർത്തിയ സമയത്തായിരുന്നു സംഭവം. തിരുനെല്ലായി വടക്കുമുറിക്ക് സമീപത്ത് വെച്ചാണ് ലോറിയിൽ നിന്ന് ആന ഇറങ്ങിയോടിയത്. താമരശ്ശേരി സ്വദേശികളുടെ ഉടമസ്ഥയിലുള്ള അക്കരമേൽ ശേഖരൻ എന്ന ആനയാണ് ഓടിയത്. വഴിയരികിലെ കടകളും വാഹനങ്ങളും ആന തകർത്തു. ആന വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. പുലർച്ചെ കട തകർക്കുന്ന ശബ്ദം കേട്ടാണ് പരിശോധന നടത്തിയത്. ശബ്ദമുണ്ടാക്കിയതും ആന തങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തതായും തൊഴുത്തിലുണ്ടായിരുന്ന പശുക്കളെ ആക്രമിച്ചതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇരുട്ടായതിനാൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായില്ലെന്നും ദൃക്സാക്ഷി പറയുന്നു. വാഹനം നിർത്തിയിറങ്ങുന്ന സമയത്താണ് ആന ഇറങ്ങിയോടിയെന്ന് പാപ്പാൻ പറഞ്ഞു. എന്താണ് സംഭവിച്ചെന്ന് ആദ്യം മനസ്സിലായില്ല. ചെമ്മരിയാടിൻ കൂട്ടം വാഹനത്തിനടുത്തുകൂടെ പോയിരുന്നു. ഇത് കണ്ട് ഭയന്നാണ് ആന ഇറങ്ങിയോടിയെന്നും പാപ്പാൻ പറഞ്ഞു. അതേസമയം പട്ടാമ്പി നേർച്ച ആഘോഷത്തിനിടെ സംഘർഷത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ആഘോഷ കമ്മിറ്റിക്കാർ ചേരിതിരിഞ്ഞു തമ്മിലടിക്കുകയായിരുന്നു. സംഘർഷം നിയന്ത്രിക്കാൻ ഇടപെട്ട പോലീസിന് നേരെയും ആക്രമണമുണ്ടായിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. നിരടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. KSRTC കുത്താമ്പുള്ളി പാലക്കാട് കോയമ്പത്തൂർ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് അനുവദിച്ചതായി മന്ത്രി കെ രാധാകൃഷ്ണൻ. കുത്താമ്പുള്ളി കൈത്തറി വ്യവസായങ്ങളുടെ കരുത്തു പകരാൻ ജനങ്ങൾക്കുള്ള ദീർഘകാല ആവശ്യമായ കുത്താമ്പുള്ളിയിൽ നിന്ന് കച്ചവട ആവശ്യങ്ങൾക്കായി കോയമ്പത്തൂരിലേക്ക് പോകാനുള്ള KSRTC ബസ് സർവീസ് ആരംഭിക്കുന്നതായി മന്ത്രി കെ രാധാകൃഷ്ണൻ അറിയിച്ചു. കുത്താമ്പുള്ളിയിൽ നിന്ന് രാവിലെ 5:15 ആരംഭിച്ച് നടുവത്തപ്പാറ, പരുത്തപ്പള്ളി, കോട്ടായി, കുഴൽമന്നം വഴി 6:25 പാലക്കാടെത്തി കഞ്ചിക്കോട്, വാളയാർ വഴി 8 മണിക്ക് കോയമ്പത്തൂരിലെത്തുന്ന വിധത്തിലാണ് യാത്ര. തിരിച്ച് രാത്രി 7:15 കോയമ്പത്തൂരിൽ നിന്ന് ആരംഭിച്ച് 8:50 പാലക്കാടെത്തി പാലക്കാട് നിന്ന് പത്തിരിപ്പാല വഴി 10:15 കുത്താമ്പുള്ളിയിൽ എത്തിച്ചേരുന്ന വിധത്തിലാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. മാർച്ച് 5 രാവിലെ 5:15 മുതലാണ് കുത്താമ്പുള്ളിയിൽ നിന്ന് സർവീസ് ആരംഭിക്കുക. കുത്താമ്പുള്ളി കോയമ്പത്തൂർ 111 രൂപയും കോയമ്പത്തൂർ കുത്താമ്പുള്ളി 102 രൂപയുമാണ് ബസ് ചാർജായി നിശ്ചയിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഊരുമേള സംഘടിപ്പിച്ചു. പാലക്കാട് ജില്ലാ പോലീസിൻ്റെ ആഭിമുഖ്യത്തിൽ പാലൂർ ഗവൺമെൻറ് UP സ്കൂളിൽ വെച്ച് അട്ടപ്പാടി താലൂക്ക് പുതൂർ പഞ്ചായത്തിൽ പാലൂർ ഭാഗത്തെ ഊരുമക്കൾക്കും നാട്ടുകാർക്കും സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഊരുമക്കളുടെ പരാതി പരിഹരിക്കുന്നതിനുള്ള അദാലത്തും നടന്നു. ഇതോടനുബന്ധിച്ചുള്ള ഊരിലെ യുവതലമുറയെ കായിക രംഗത്തേക്ക് പിടിച്ചുയർത്തുന്നതിന് സ്പോർട്സ് കിറ്റും, ഊരുകളിൽ ആരോഗ്യപരമായി അവശത അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് മെഡിക്കൽ കിറ്റും, പ്രായാധിക്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന വയോജനങ്ങൾക്ക് ബ്ലാങ്കറ്റ് കിറ്റും, പാലൂർ സാമൂഹ്യ പഠനമുറിയിലേക്ക് വായനാ പുസ്തകങ്ങളും തൃശൂർ റേഞ്ച് DIG അജിത ബീഗം IPSൻ്റെയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPSൻ്റെയും സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു. രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലെയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയിലെയും വിദഗ്ധ ഡോക്ടർമാർ പങ്കെടുക്കുന്ന മെഡിക്കൽ ക്യാമ്പ് പാലൂർ ഗവൺമെൻറ് UP സ്കൂളിൽ വെച്ച് നടന്നു.
ഉച്ച കഴിഞ്ഞ് 2 മുതൽ 4 മണിവരെ വിവിധ സർക്കാർ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ട് നടന്ന പരാതി പരിഹാര അദാലത്തും തുടർന്ന് 4 മണിക്ക് തൃശൂർ റേഞ്ച് DIGയുടെയും പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെയും സാന്നിധ്യത്തിൽ വിവിധ ക്ഷേമസഹായ ഉപകരണങ്ങളുടെ കിറ്റ് വിതരണവും തുടർന്ന് ഗാനമേളയും വിവിധ ഗോത്ര പരിപാടികളും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് ഊര് നിവാസികൾക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണവും ഉണ്ടായിരുന്നു. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ വാട്ടർ ATM പ്രവർത്തനം നിലച്ചതായി പരാതി. ഒറ്റപ്പാലം നഗരസഭ ബസ് സ്റ്റാൻഡിലെത്തുന്നവർക്ക് ദാഹമകറ്റണമെങ്കിൽ കടകളിലെ കുപ്പിവെള്ളം തന്നെ ആശ്രയിക്കണം. 1 രൂപയ്ക്ക് 1 ലിറ്റർ തണുത്ത വെള്ളം ലഭിക്കുന്ന നഗരസഭയുടെ കുടിവെള്ള ATM നോക്കുകുത്തിയായതാണ് ഇതിന് കാരണം. വേനലിൻ്റെ കാഠിന്യത്തിൽ വലയുന്ന സാധാരണക്കാരന് ആശ്വാസമായിരുന്ന ATM തകരാറിലായിട്ട് മാസങ്ങളായെന്നാണ് പരാതി. നഗരസഭ നടപ്പിലാക്കുന്ന മലിനജല ശുദ്ധീകരണശാലയ്ക്ക് വേണ്ടി കരാറുകാർക്ക് സ്ഥലം കൈമാറിയതിന് പിന്നാലെയായിരുന്നു ATMൽ കുടിവെള്ളം മുടങ്ങിയത്. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത് ഈ സ്ഥലത്തുകൂടിയാണ്. ശുദ്ധീകരണശാല നിർമ്മാണം തുടങ്ങിയതോടെ കണക്ഷൻ വിജയിക്കപ്പെടുകയായിരുന്നു. നേരത്തെ പ്രതിദിനം 50 ലിറ്ററേറെ വെള്ളമാണ് ഇതുവഴി വിതരണം ചെയ്തിരുന്നത്. പുറത്തുനിന്ന് 20 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഒരു കുപ്പി തണുത്ത വെള്ളം ATMൽ നിന്ന് 1 രൂപയ്ക്കാണ് ലഭിച്ചിരുന്നത്. 5 ലിറ്റർ വെള്ളം 5 രൂപയ്ക്കും ലഭിക്കുമായിരുന്നു. വെള്ളത്തിനാവശ്യമായ കുപ്പി കൈകളിലുണ്ടായാൽ മാത്രം മതിയായിരുന്നു. നഗരസഭ 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കഴിഞ്ഞ വർഷം കുടിവെള്ള സംവിധാനം സ്ഥാപിച്ചത്. യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ഏറെ സഹായമായ ഈ പദ്ധതിയാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത്. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈനിൽ നിന്നുള്ള വെള്ളമാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത്. 500 ലിറ്റർ സംഭരണശേഷിയുള്ള കിയോസ്കിൽ നിന്നും റിവേഴ്സ് ഓസ്മോസിസ് UV ലൈറ്റ് എന്നീ പ്രക്രിയയിലൂടെയാണ് അണുവിമുക്തമായ വെള്ളം ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. ഇതാണ് മാസങ്ങളായി പ്രവർത്തിക്കാതെ കിടക്കുന്നത്. അതേസമയം പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് പ്രശ്നം പരിഹരിക്കാൻ നിർദ്ദേശം നൽകിയതായി നഗരസഭ അധികൃതർ അറിയിച്ചു. റോഡ് ഷോ നടത്തിയ വിജയരാഘവൻ. പാലക്കാട് ലോക്സഭ LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ റോഡ് ഷോ നടത്തി. ജില്ലാ ആസ്ഥാനത്ത് ആവേശത്തോടെയാണ് ഇടതുമുന്നണിയുടെ നേതാക്കൾ വരവേൽപ്പ് നൽകിയത്. ഇടതുമുന്നണിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കുള്ള വിളംബര ജാഥ കൂടിയായിരുന്നു റോഡ് ഷോ. കോട്ടയുടെ പരിസരത്ത് നിന്ന് പഞ്ചവാദ്യത്തിൻ്റെയും മുത്തുക്കുടകളുടെ അകമ്പടിയോടെയും തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥി വോട്ടർമാരെ അഭിവാദ്യം ചെയ്തു. IMA ബൈപ്പാസ്, സുൽത്താൻപേട്ട ജംഗ്ഷൻ, ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ്, കോർട്ട് റോഡ് വഴിയും CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സമാപിച്ചു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ, ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു, സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്, CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, ഘടകകക്ഷി നേതാക്കൾ എന്നിവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ വിജയരാഘവൻ സന്ദർശനം നടത്തി. നൊട്ടമല ബൈക്ക് അപകടത്തിൽ ബൈക്ക് നിർത്താതെ പോയ യുവാക്കളെ തിരിച്ചറിഞ്ഞതായി സൂചന. റോഡ് കുറുകെ കടന്നയാളെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ ബൈക്ക് യാത്രക്കാരെ തിരിച്ചറിഞ്ഞു. ഇവരുടേതെന്ന് സംശയിക്കുന്ന ചിത്രങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പോലീസും നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെയുള്ളവരുടെ നിരന്തരമായ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് 25 CCTVകൾ പരിശോധിച്ചു. ബൈക്ക് ഓടിച്ചവർ പോകാൻ സാധ്യതയുള്ള എല്ലാ വഴികളും ക്യാമറകളും പരിശോധിച്ചതായി പോലീസ് അറിയിച്ചു. കോണിക്കഴി ഭാഗത്തുള്ളവരാണെന്നാണ് വിവരം. യുവാക്കളെക്കുറിച്ച് സൂചന ലഭിച്ചെന്നും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്ത് വ്യക്തവരുത്താനാകുമെന്നും മണ്ണാർക്കാട് ഇൻസ്പെക്ടർ അറിയിച്ചു. ഫെബ്രുവരി 26-നാണ് അപകടം നടന്നത്. അപകടത്തിൽ പരിക്കേറ്റ കൈപ്പുള്ളിത്തൊടി സൈതലവി ശനിയാഴ്ച രാവിലെ മരിച്ചിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നിങ്ങളുടെ ആവശ്യം എന്തുമാകട്ടെ, ഞങ്ങളുണ്ട് നിങ്ങളോടൊപ്പം. മാക്സ് പ്രോ ഫിനാൻസ് ഗോൾഡ് ലോൺ പ്ലസ് EMI സ്കീം, പേഴ്സണൽ ലോൺ, ചിറ്റ്സ്, ട്രാവൽസ്, അങ്ങനെ എല്ലാത്തരം സേവനങ്ങളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. ലളിതമായ നടപടിക്രമങ്ങൾ, കുറഞ്ഞ പലിശ, ഉടനടി വായ്പാ സൗകര്യം. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മാക്സ് പ്രോ ഫിനാൻസ്, മാക്സ് പ്രോ നിധി ലിമിറ്റഡ്, മാക്സ് പ്രോ ചിറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, യുമാർക്ക് ഹോളിഡേസ് ട്രാവൽ. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ തൃശൂർ, വടക്കഞ്ചേരി, ആലത്തൂർ, അത്തിപ്പറ്റ, ഒറ്റപ്പാലം, പട്ടാമ്പി. ന്യൂ ബ്രാഞ്ച് ഓപ്പണിംഗ് ഷോർട്ട്ലി ഇൻ പാലക്കാട്. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. പൂരങ്ങളുടെ നാട്ടിൽ ഇനി മെഗാ ഓഫറുകളുടെ തൃശൂർ പൂരം. മലബാർ ഡിജിറ്റലിൽ വിലക്കിഴിവിന്റെ പൊടിപ്പൂരം. ഉടൻ സന്ദർശിക്കൂ മലബാർ ഡിജിറ്റൽ. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ. ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. വാർത്തകൾ തുടരുന്നു.
പോളിയോ വാക്സിനേഷൻ ജില്ലാതല ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം മുഹമ്മദ് മുഹസിൻ MLA നിർവഹിച്ചു. ദേശീയ പോളിയോ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി നടപ്പാക്കുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊപ്പം ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് MLA നിർവഹിച്ചത്. ഇന്ത്യയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട പോളിയോ രോഗം അയൽരാജ്യങ്ങളിൽ പലതും നിലവിലുള്ളതിനാൽ നമ്മുടെ രാജ്യത്തെ വീണ്ടും പടരാനുള്ള സാഹചര്യം തടയാനാണ് പൾസ് പോളിയോ പരിപാടി നടപ്പാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പരിപാടി എന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ലോകത്തിലെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരെ ആകെ ഭീതിയിലാഴ്ത്തിയിരുന്ന ഒരു ആരോഗ്യാവസ്ഥയായിരുന്നു പോളിയോ. അത് വലിയ രീതിയിൽ പെർമനൻ്റ് ഡിസബിലിറ്റി ഉണ്ടാക്കുകയും പക്ഷാഘാതമടക്കമുള്ളത് ഉണ്ടാക്കുകയും മരണമടക്കമുള്ളത് ചെറിയ കുട്ടികളിൽ തന്നെ കാണുകയും ചെയ്തിരുന്നു. നിസ്സഹായമായി സമൂഹം നിന്നിരുന്നൊരു കാലമുണ്ട്. ജില്ലാ RCS ഓഫീസർ ഡോക്ടർ AK അനിത വിഷയാവതരണം നടത്തി. പരിശീലനം ലഭിച്ച 6648 വളണ്ടിയർമാർ മാർച്ച് 3, 4, 5 തീയതികളിൽ 2499 ബൂത്തുകൾ, 58 ട്രാൻസിറ്റ് ബൂത്തുകൾ, 3 മേള ബസാറുകൾ എന്നിവ ഉപയോഗപ്പെടുത്തിയാണ് ഭവന സന്ദർശനം നടത്തിയാണ് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 3 ദിവസം കൊണ്ട് ജില്ലയിലെ 5 വയസ്സിൽ താഴെയുള്ള 2,01,604 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ജില്ലയിലെ അതിഥി തൊഴിലാളികളുടെ 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും ഈ പരിപാടി വഴി തുള്ളിമരുന്ന് നൽകുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ A. ഷാബിറ അധ്യക്ഷയായ പരിപാടിയിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ, ബേബി ഗിരിജ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. ബീന, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല, മറ്റു ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ഷൊർണൂർ നഗരസഭയ്ക്ക് മുൻപിലും വഴിയിട വിശ്രമ കേന്ദ്രം ഒരുങ്ങുന്നു. ഷൊർണൂർ നഗരസഭയ്ക്ക് മുൻപിലും വഴിയിട വിശ്രമ കേന്ദ്രം വരുന്നു. 65.96 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിട നിർമ്മാണം. നഗരസഭയുടെ ഓഫീസ് കെട്ടിടത്തിന് ചേർന്നാണ്, ഗേറ്റിനോട് ചേർന്നാണ് കെട്ടിടം വരുന്നത്. ഇതിനു മുൻപ് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. യാത്രക്കാർക്കും നഗരസഭയിലെത്തുന്നവർക്കും വഴിയിട വിശ്രമ കേന്ദ്രം ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷ. പുഴയോരത്തെ കൊച്ചിൻ പാലത്തിന് സമീപം വഴിയിട വിശ്രമ കേന്ദ്രം നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ദർഗാസ് വഴി സ്വകാര്യ വ്യക്തിക്ക് കൈമാറിക്കഴിഞ്ഞു. ഇതിനു പുറമെയാണ് നഗരസഭ രണ്ടാമത്തെ വഴിയിട വിശ്രമ കേന്ദ്രവും നിർമ്മിക്കുന്നത്. വരുമാനം കുറഞ്ഞ നഗരസഭയിൽ വരുമാന വർധനയ്ക്കുള്ള പദ്ധതികളാണ് നടപ്പാക്കുന്നത്. 6 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നത്. വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. വാണിയംകുളം പഞ്ചായത്ത് പരിധിയിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തനം തുടങ്ങി. P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു. മാലിന്യം തള്ളൽ കൂടുതലായ 10 സ്ഥലങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനായി 4 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പഞ്ചായത്ത് നടപ്പാക്കുന്നത്. പഞ്ചായത്തിൻ്റെ 2 ലക്ഷം രൂപയും കനറ ബാങ്ക് നൽകിയ 2 ലക്ഷം രൂപയും നൽകിയാണ് ഇതിൻ്റെ പ്രവർത്തനം. മാലിന്യം തള്ളുന്നത് പതിവായ 10 സ്ഥലങ്ങളിലാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷൻ P. ഹരിദാസൻ, പഞ്ചായത്ത് അംഗങ്ങളായ EP. രഞ്ജിത്ത്, VP. ജയപ്രകാശ്, V. സിന്ധു, ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷൻ TP. ഭാസ്കരൻ, KP. സുധീർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി R. ബിന്ദു, ഹെൽത്ത് ഇൻസ്പെക്ടർ രതീഷ്, കനറ ബാങ്ക് ഒറ്റപ്പാലം ശാഖ സീനിയർ മാനേജർ ഗോഡ്വിൻ, വാണിയംകുളം ശാഖാ മാനേജർ PY. ജസീന തുടങ്ങിയവർ സംസാരിച്ചു. കേരളശ്ശേരി പഞ്ചായത്തിൽ പച്ചക്കറി തൈകളും മൺചട്ടിയും വിതരണം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളശ്ശേരിയിലെ 200 വനിതകൾക്ക് കൃഷി ഓഫീസ് മുഖേന മൺചട്ടി, പച്ചക്കറി തൈകൾ, വളം എന്നിവ വിതരണം ചെയ്തു. ഒരു വനിതയ്ക്ക് 1200 രൂപയ്ക്ക് 25 ചട്ടിയും ആവശ്യമായ പച്ചക്കറി തൈകളും വളവുമാണ് വിതരണം ചെയ്തത്. വിതരണോദ്ഘാടനം കേരളശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ B. ഷാജിദ അധ്യക്ഷയായ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK. രാമചന്ദ്രൻ, കൃഷി ഓഫീസർ രേവതി, കൃഷി അസിസ്റ്റന്റ് വന്ദന, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.